ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സസ് എല്ലാം നന്നായി മനസ്സിലാവുന്നുണ്ട്, പ്ലീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യം ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളൊക്കെ നിർബന്ധമായിട്ടും കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. ഇന്ന് 5ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരോ നിയമങ്ങളായിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഒരു ഏരിയനെ പോലെയല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ആക്ട്സ് എന്ന പോർഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും ക്ലാസ്സുകൾ തന്നെ കണ്ടിട്ട് പഠിക്കണം. ചില സബ്ജക്ട്സ് ഒക്കെ പുസ്തകങ്ങൾ നോക്കി വായിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഒരു പോർഷൻ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഈ ഒരു പോർഷൻ നിർബന്ധമായിട്ടും ക്ലാസ്സുകൾ തന്നെ കാണണം. കാരണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടാവും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാത്തതുകൊണ്ടുമാണ്. പിന്നെ പറയുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കുഞ്ഞു കണക്ഷൻസും കൂടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട്സ് ഓഫ് 1909 അല്ലെങ്കിൽ മിൻറ്റോ മോർലി റിഫോംസും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 അഥവാ മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസും. ഈ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിഷ്കാരങ്ങളാണ്, റിഫോംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. I am Alisha and welcome to Alisa's by Alisha. Okay. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൗൺ റൂളിനകത്ത് വരുന്ന നിയമങ്ങളാണല്ലേ. അപ്പോൾ എന്താണ് ക്രൗൺ റൂൾ? എല്ലാവർക്കും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? 1773 റെഗുലേറ്റിംഗ് ആക്ട് ആയിരുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പാസ്സാക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയിലത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ 1858 ക്യൂൻസ് പ്രൊക്ലമേഷനിലൂടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരായിട്ട് മാറി? ബ്രിട്ടീഷ് കിങ്ഡം ഡയറക്റ്റ് ആണ്. പിന്നെ ഇന്ത്യയിലെ പൊസഷൻസൊക്കെ, അവരുടെ ഒക്കെ കൺട്രോൾ ചെയ്ത് കൈകാര്യം ചെയ്ത് പോയിരുന്നത്. അപ്പം അതിനുശേഷം പാസ്സാക്കപ്പെട്ട നിയമങ്ങളാണ് ക്രൗൺ റൂളിൻ്റെ അകത്ത് വരുന്നത്. അതിൽ ഓരോ കൗൺസിൽ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 അല്ലെങ്കിൽ മോർലി മിൻറ്റോ റിഫോംസ് ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പല ബുക്കുകളിലും റാങ്ക് ഫയലിലൊക്കെ മിൻറ്റോ മോർലി റിഫോംസ് എന്നാണ് കണ്ടേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് മോർലി മിൻറ്റോ റിഫോംസ് ആണ്. ആദ്യം എഴുതുന്ന പേര് ആരുടെയാണ്? സെക്രട്ടറിയുടെയാണ്. സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റിൻ്റെ പേരാണ് ആദ്യം. മോർലി എന്നുള്ളത് ആ സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും, മിൻറ്റോ എന്ന് പറയുന്നത് ആരാണ്? ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. അപ്പോൾ നേരെ മറിച്ച് നമ്മളിനി 1990 റിഫോംസിൻ്റെ മറ്റൊരു പേരാണ് മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. അത് നമ്മൾ പഠിക്കും. അതിൽ കറക്റ്റായിട്ടാണ് ആദ്യം പറയുന്ന പേരാണ് സെക്രട്ടറിയുടെ, രണ്ടാമത് പറയുന്ന പേരാണ് വൈസ്രോയുടെ. അപ്പോൾ അവിടെ കറക്റ്റാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് മിൻറ്റോ മോർലി അല്ല, മോർലി മിൻറ്റോ ആണ്. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ആദ്യം പറയുന്ന പേര് സെക്രട്ടറിയുടെ ആണ്, പിന്നെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവില്ല. സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആണ് ആദ്യം പറയുന്ന പേര്, മിൻറ്റോ എന്നുള്ളതാണ് ആ സമയത്ത് വൈസ്രോയുടെ പേര്. ഇത് അങ്ങോട്ടും മാറരുത്. കാരണം ഇന്ത്യൻ കൗൺസിൽ നിയമം 1909 പാസ്സാക്കപ്പെടുമ്പോൾ വൈസ്രോയി ആര്, സെക്രട്ടറി ആര്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കൗൺസിൽ നിയമങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചില്ലേ, ആ പേരിൽ തന്നെയുണ്ട്. കൗൺസിൽ എന്ന് പറയുമ്പോൾ കൗൺസിലിൽ എണ്ണത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തും, അല്ലെങ്കിൽ കൗൺസിലിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് നമ്മൾ തുടക്കത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ 1909 ഈ കൗൺസിൽ നിയമത്തിലും ഈ കൗൺസിലറെ നമ്പർ, അവരുടെ അംഗങ്ങളുടെ എണ്ണം എത്ര വർദ്ധിപ്പിച്ചു? 16 നിന്ന്, സെൻട്രൽ കൗൺസിൽ അംഗങ്ങളുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത്, 16 നിന്ന് 60 ഉയർത്തി. നമുക്ക് പഠിക്കാനും വളരെ എളുപ്പമാണ് അല്ലേ. 16 നിന്ന് 60, ഇംഗ്ലീഷിൽ പറഞ്ഞ് നോക്കുമ്പോൾ സിമിലർ ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ആണ് രണ്ടിൻ്റെയും വരുന്നത്. അങ്ങനെ 16 നിന്ന് 60 ഉയർത്തിയത് 1909 മിൻറ്റോ മോർലി റിഫോംസ് ആണ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ആക്ടിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് വസ്തുതകളാണ്. SP സിൻഹ അഥവാ സത്യേന്ദ്ര പ്രസാദ് സിൻഹ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരനായി. അപ്പോൾ ഇവിടെ ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും, ഇന്ത്യക്കാർ മുന്നേയും കൗൺസിൽ അംഗമായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഏത് നിയമത്തിലാണെന്നൊക്കെ ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. കാരണം ഇത് വളരെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പെട്ടെന്ന് പഴയ വീഡിയോസൊക്കെ ഒന്ന് സ്പീഡ് ഒന്ന് കൂട്ടിയിട്ട്
പെട്ടെന്ന് ഓടിച്ച് കണ്ടുവന്നാൽ അത് നല്ലോണം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് 1861 കൗൺസിൽ നിയമത്തിൽ എന്താണ് പറഞ്ഞത്? ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് അവിടെ ഇന്ത്യക്കാർക്ക് 3 ഇന്ത്യക്കാരെ നാമനിർദ്ദേശം ചെയ്തു എന്നൊക്കെ പഠിച്ചു. ഇവിടെ എന്താണ് വ്യത്യാസം വന്നത്? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരന് അംഗത്വം ലഭിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ പേര് എന്താണ്? SP സിൻഹ അഥവാ സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ആക്ടിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്, മുസ്ലിംകൾക്ക് സാമുദായിക പ്രാതിനിധ്യം അവതരിപ്പിച്ചു, പ്രത്യേക ഇലക്ട്രേറ്റ് എന്ന ആശയം കൊണ്ടുവന്നു, കമ്മ്യൂണിയൽ ഇലക്ട്രേറ്റിന്റെ പിതാവ് മിൻറ്റോ പ്രഭു. അപ്പോൾ ഈ 3 പോയിന്റും നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ 3 പോയിന്റും കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. എല്ലാത്തിലും പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ പല ആക്ടുകളും പഠിക്കുമ്പോൾ എസ്പെഷ്യലി 1909 ഈ ആക്ടും 1919 ആക്ടും തമ്മിലാണ് കൂടുതൽ പേർക്കും കൺഫ്യൂഷൻ. ഏതിൻ്റെ പ്രൊവിഷൻ ആണെന്നുള്ളത് പലർക്കും കൺഫ്യൂഷനാണ്. എത്ര പഠിച്ചാലും ഓർത്ത് നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പഠനത്തിൽ വരുത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം നോക്കുമ്പോൾ 1905 എന്ത് പ്രഖ്യാപിക്കുന്നുണ്ട്? ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇനി പറയുന്നത് ഈ ഒരു ആക്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ബംഗാൾ വിഭജനത്തിലൂടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളൊരു ലക്ഷ്യത്തിന് ബ്രിട്ടീഷുകാർ തുടക്കമിടുന്നുണ്ട് അല്ലേ. ഇനി 1906 എന്താണ് സംഭവിക്കുന്നത്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, നമ്മുടെ ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ആ ക്ലാസ്സുകൾ കണ്ടു നോക്കാവുന്നതാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിമുകളുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ലീഗ് അവർ സ്ഥാപിക്കുമ്പോൾ അവർ നിരന്തരമായിട്ട് ബ്രിട്ടീഷുകാർക്കിടയിൽ പ്രഷർ ഇങ്ങനെ ചെലുത്തിക്കൊണ്ടിരിക്കും അല്ലേ, അവർക്ക് റൈറ്റ്സ് വേണം അല്ലെങ്കിൽ അവർക്ക് റിസർവേഷൻ എന്നുള്ളത്. സോ അവരുടെ ഒരു ആവശ്യം കണക്കിലെടുത്തിട്ടാണ് മുസ്ലിമുകൾക്ക് സാമുദായിക പ്രാതിനിധ്യം ബ്രിട്ടീഷുകാർ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് 1909 1906 ലീഗ് വരുന്നത്. 1909 ഏറ്റവും അടുത്ത് അതിനുശേഷം പാസ്സാക്കപ്പെടുന്ന കൗൺസിൽ നിയമം എന്ന് പറയുന്നത് 1909 നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് തെറ്റില്ല. ഓക്കെ, പ്രത്യേക ഇലക്ട്രേറ്റ്, ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഈ മുസ്ലിമുകൾക്ക് സ്പെഷ്യലി പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ വൈസ്രോയ് ആയിരുന്ന മിൻറ്റോ പ്രഭുവാണ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടൊന്നുമല്ല ബ്രിട്ടീഷുകാർ ഈ നിയമം പാസ്സാക്കുന്നത്. മുസ്ലിമുകൾക്ക് സാമുദായിക പ്രാതിനിധ്യം, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കാനായിട്ട്. കാരണം ഓരോ വിഭാഗക്കാർക്കായിട്ട് ഇനിയുള്ള നിയമങ്ങളിൽ നമ്മൾ പഠിക്കും, ഓരോരോ വിഭാഗക്കാർക്ക് അവരിങ്ങനെ ചൂസ് ചെയ്തിട്ട് പ്രത്യേക പ്രാതിനിധ്യമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്കാർക്കിടയിൽ അതൊരു സ്പ്ലിറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു നിയമങ്ങളൊക്കെ വഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് 1909 കൗൺസിൽ നിയമത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളുള്ളൂ. ഇതിലൊരു കൺഫ്യൂഷൻ ഇനി വരേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് ഒന്നുകൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ഈ 1909 ആക്ടുകൾ തന്നെയാണ് മോർലി മിൻറ്റോ റിഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോർഡ് മോർലി ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നത്. ലോർഡ് മിൻറ്റോ ആണ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ആവുന്നത്. ഓക്കെ, കൗൺസിലിലെ അംഗസംഖ്യ 16 നിന്ന് 60 ആക്കുന്നു. സത്യേന്ദ്ര പ്രസാദ് സിൻഹ ബിക്കേം ദ ഫസ്റ്റ് ഇന്ത്യൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ SP സിൻഹയാണ്. കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന ആശയം കൊണ്ടുവരുന്നു. ആദ്യമായിട്ട് ആർക്കാണ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്? മുസ്ലിംസിനാണ്. അങ്ങനെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ മുന്നോട്ട് വെച്ചതുകൊണ്ട് ലോർഡ് മിൻറ്റോയാണ് ഇന്ത്യയിലെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഇനിയൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഈ ക്ലാസ്സുകളുടെയൊക്കെ നമ്മൾ നോട്ട്സ് ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സുകളുടെ നോട്ട്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. 1909 മോർലി മിൻറ്റോ റിഫോംസ് ആണ്. 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. വളരെ സിമ്പിളാണ്, പക്ഷേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ കാണുമ്പോൾ പലരും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോണ്ടേഗു ആണ് സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ചെംസ്ഫോർഡ് പ്രഭു ആണ് ഇന്ത്യയുടെ ആ സമയത്ത് വൈസ്രോയ് ആയിരുന്നത്. റൗലറ്റ് ആക്ട് ഒക്കെ നടപ്പിലാക്കുകയും ജാലിയൻ വാലാബാഗ് ഒക്കെ നടന്ന സമയത്താണ്, ആ ഒരു സമയത്ത് ഇന്ത്യക്കാരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 1919 ഈ പരിഷ്കാരങ്ങൾ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മറ്റ് മാറ്റങ്ങളാണ് കേന്ദ്ര പ്രവിശ്യ വിഷയങ്ങൾ വേർതിരിച്ചു. അതായത് സെൻട്രലിലെയും പ്രൊവിൻസിലെയും സബ്ജക്റ്റുകളെ വേർതിരിച്ചു. അപ്പോൾ 1919 ഈ പേരിൽ തന്നെ ഒരു 2 ഈക്വൽ നമ്പറായിട്ട് സെപ്പറേഷൻ പോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു നിയമത്തിലാണ് സെപ്പറേഷൻ
പോർഷൻസ് എങ്ങനെ കൊണ്ടുവന്നെന്ന് ആലോചിച്ചിരിക്കുക. പ്രവിശ്യ വിഷയങ്ങൾ വേർതിരിക്കുന്നുണ്ട്, ബഡ്ജറ്റും വേർതിരിക്കുന്നുണ്ട്. സെൻട്രൽ ബഡ്ജറ്റും പ്രൊവിൻഷ്യൽ ബഡ്ജറ്റും, അതായത് കേന്ദ്ര ബഡ്ജറ്റും പ്രവിശ്യ ബഡ്ജറ്റും വേർതിരിക്കുന്നതും 1919 ഈ ആക്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഡയാർക്കി ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് സെൻട്രലിലല്ല, കേന്ദ്രത്തിലല്ല ഡയാർക്കി അവതരിപ്പിച്ചത്, പ്രവിശ്യ സർക്കാരിൽ. അതായത് ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ്സിനൊക്കെ ഇക്വലന്റ് ആയിട്ട് എന്ന് പറയുന്ന പേരാണ് പ്രൊവിൻസ് അല്ലെങ്കിൽ പ്രവിശ്യ എന്ന് പറയുന്നത്. ഓക്കെ, പ്രവിശ്യ സർക്കാരിൽ, പ്രൊവിൻസുകളിലാണ് ഡയാർക്കി അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോൾ നമ്മൾ ഓരോ വാക്കുകളും വായിച്ചു നോക്കണം, എന്നിട്ട് മാത്രമാണ് ആൻസർ എഴുതാനായിട്ട് പാടുള്ളൂ. നമ്മൾ ഈ വീഡിയോൻ്റെ എൻഡിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണേന്നുള്ളത്. നല്ലോണം വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു പോർഷനാണ് ഈ ആക്റ്റുകളിൽ നിന്ന് ഇപ്പോൾ വരുന്ന PSC ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ്, റിസർവ്ഡ് സബ്ജക്റ്റ്, ഇങ്ങനെ രണ്ടായിട്ട് സബ്ജക്റ്റുകളെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഡയാർക്കി സിസ്റ്റം പ്രൊവിൻസുകളിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളാണ്. ഓക്കെ, ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് കൈകാര്യം ചെയ്യുന്നത് മന്ത്രിമാരായിരിക്കും, റിസർവ്ഡ് സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഈ നിയമത്തിൽ പഠിക്കാനുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ബൈക്യാമറലിസം അഥവാ ദ്വിമണ്ഡല സഭ എന്നൊരു ആശയം സെൻറ്ററിൽ, എവിടെയാണ് സെൻറ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എവിടെയാണ്, കേന്ദ്രത്തിലാണെന്നുള്ളത് ശ്രദ്ധിച്ച് പഠിച്ചിരിക്കുക. ഉപരിസഭ നമുക്കിപ്പോൾ കാണുന്ന പോലെ ഈ രാജ്യസഭ ലോകസഭയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം 1919 നിയമമാണ്. ഉപരിസഭ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, ലോവർ ഹൗസ് അല്ലെങ്കിൽ അധോസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ഇങ്ങനെ ഒരു ബൈക്യാമറലിസം അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ സെൻറ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളാണ്. ഇനി ഡയറക്റ്റ് എലക്ഷൻസ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത് 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളാണ്. ഇനി സാമുദായിക പ്രാതിനിധ്യം, നമ്മൾ പറഞ്ഞു 1909 ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആർക്കാണ് ആദ്യം റിസർവേഷൻ അങ്ങനെ കൊടുത്തത്, ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തത്? മുസ്ലിംസിനാണ് അല്ലേ. 1919 അത് എക്സ്പാൻഡ് ചെയ്ത് ഏതൊക്കെ ആൾക്കാർക്കാണ് റിസർവേഷൻ കൊടുത്തത്? സിഖുകാർക്കും, ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്കും, ആംഗ്ലോ ഇന്ത്യക്കാർക്കും, യൂറോപ്യർക്കും, 4 സെപ്പറേറ്റ് ആൾക്കാർക്കും കൂടെ റെപ്രസെൻറ്റേഷൻ അവർ എക്സ്റ്റെൻഡ് ചെയ്തു. സിഖുകാർ, ഇന്ത്യൻ ക്രിസ്ത്യാനികൾ, ആംഗ്ലോ ഇന്ത്യക്കാർ, യൂറോപ്യന്മാർ. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു ആക്ടിലൂടെ കൊണ്ടുവന്നതാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണം, ഒരു PSC രൂപീകരണം അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ ഒരു നിയമം വഴി കൊണ്ടുവരുന്നത്. 1926 സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ കൊണ്ടുവരുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് 1926. അപ്പോൾ പ്രൊവിൻസുകളിൽ ഇപ്പോൾ ഒരു കമ്മീഷൻ വന്നിട്ടുണ്ടോ? പ്രൊവിൻസുകൾക്ക് വേണ്ടിയിട്ട് പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് പഠിക്കണം. അത് വരുന്നത് നമ്മളിനി പഠിക്കും 1935 നിയമം വഴിയാണ്. അപ്പോൾ ഇവിടെ സെൻറ്ററിലാണെന്നുള്ളത് ഫോക്കസ് ചെയ്ത് പഠിക്കണം. സോ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ നിയമത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടെ നോക്കാം അല്ലേ. ഈ നിയമം തന്നെയാണ് മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നത്. സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് മോണ്ടേഗു ചെംസ്ഫോർഡ് ആണ് ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത്. സെപ്പറേറ്റ് ചെയ്തു 1919 സെപ്പറേറ്റ് ചെയ്തു, സെൻട്രൽ സബ്ജക്റ്റുകളെയും പ്രൊവിൻഷ്യൽ സബ്ജക്റ്റുകളും എന്ന് സെപ്പറേറ്റ് ചെയ്തു. ഓൾസോ ബഡ്ജറ്റിനെയും പ്രൊവിൻഷ്യൽ ബഡ്ജറ്റിനെ സെൻട്രൽ ബഡ്ജറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. ഇങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഡയാർക്കി എന്നൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1919 നിയമമാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിലാണ് ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രണ്ടായിട്ടാണ് സബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, ട്രാൻസ്ഫേർഡും റിസർവ്ഡും. ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? മിനിസ്റ്റേഴ്സ് അഥവാ മന്ത്രിമാർ. റിസർവ്ഡ് സബ്ജക്ട്സ് കൈകാര്യം ചെയ്യുന്നത് ഗവർണറാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ബൈക്യാമറലിസം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബൈക്യാമറലിസം അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ അറ്റ് ദി സെൻറ്റർ, കേന്ദ്രത്തിലാണ്. അങ്ങനെ അപ്പർ ഹൗസ് ലോവർ ഹൗസ് ഫോം ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ഇലക്ഷൻസ് ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. വിമൻ വർ ഓൾസോ ഗിവൻ ദ റൈറ്റ് ടു വോട്ട്. ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുന്നു. എക്സ്റ്റെൻഡഡ് ദ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ 1909 മുസ്ലിംസിന് മാത്രമായിരുന്നു. ഇതിലാണെങ്കിൽ സിഖ്സിനും, ഇന്ത്യൻ ക്രിസ്ത്യൻസിനും, ആംഗ്ലോ ഇന്ത്യൻസിനും, യൂറോപ്യൻസിനും കൂടെ ഈ ഒരു പ്രത്യേക സംവരണം എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ പറയുന്നത്
എസ്റ്റാബ്ലിഷ്ഡ് എ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ സെൻട്രൽ ആണെന്നുള്ളത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് 1919 നിയമത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് 1919 നിയമം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 എന്നാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇത് നിലവിൽ വരുന്നത് 1921 ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണേ. ഓക്കെ, ഇനി ഈ ഒരു നിയമം ഉണ്ടാക്കിയ സമയത്ത് ഒരു പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടെ നിയമത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 10 വർഷത്തിന് ശേഷം ഈ ഒരു നിയമത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ, ഡയാർക്കൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ സക്സസ് ആണോ, ആ പരിഷ്കാരങ്ങളൊക്കെ നല്ലതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുമെന്ന് ഈ നിയമത്തിൻ്റെ സമയത്ത്, ഈ നിയമം ഉണ്ടാക്കിയ സമയത്ത് വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ വന്ന കമ്മീഷനാണ് പിന്നെ നമ്മൾ 1928 ഇന്ത്യയിലെത്തിയ സൈമൺ കമ്മീഷനെ കുറിച്ചിട്ട് ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സൈമൺ കമ്മീഷനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പറയുന്നത് ഏതൊരു ആക്ടിലാണ്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. സോ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സൈമൺ കമ്മീഷൻ ഏത് ആക്ട് പ്രകാരമാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1919 നിയമം വഴിയാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചെഴുതണം. പിന്നെ അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നത് 10 വർഷത്തിന് ശേഷം വരുന്നതാണ്. അപ്പോൾ 1929 ശരിക്കും വരാനായിട്ട് പാടുള്ളൂ അല്ലേ. പക്ഷെ അതിന് നേരത്തെ വന്നു. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷിൽ ആ സമയത്ത് ബ്രിട്ടനിൽ ഭരണത്തിന് ഒരു ഇലക്ഷൻ നടക്കുന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഭരണമാറ്റം സംഭവിക്കുമോ എന്ന് വെച്ചിട്ട് അതിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കമ്മീഷൻ നിയമിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് 1927 കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുകയും 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഗോ ബാക്ക് സൈമൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചതാണ്. 7 പേരാണ് ഈ ഒരു സൈമൺ കമ്മീഷനിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. 7 പേരും ഇംഗ്ലീഷുകാരാണ്. ഇന്ത്യയിലത്തെ റിഫോംസിനൊക്കെ പറ്റി പഠിക്കാനായിട്ട് നിയമിച്ച കമ്മീഷനിൽ 7 പേരും ആരാണ്? വെള്ളക്കാരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യക്കാർ അതിനെതിരെ പ്രതികരിച്ചു. സൈമൺ ഗോ ബാക്ക് എന്നുള്ളൊരു മുദ്രാവാക്യമൊക്കെ ഉയർത്തി. ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ ഈ കമ്മീഷനെതിരെ ഉയർന്നു വന്നിരുന്നു. കാരണം ഭരണഘടനാ പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അയച്ചതാണ്. പക്ഷെ അതിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ 2 നിയമത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട നിയമങ്ങളാണ്. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് കാണണം. കാരണം കുറച്ചധികം മിസ്റ്റേക്സ് വരുത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളെക്കുറിച്ച് എന്താണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മോണ്ടേഗു ചെംസ്ഫോർഡ് ഏത് വർഷമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ വേണം. 1909 ആണോ 19 എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. 1919 നിയമമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആണ് മോണ്ടേഗു ചെംസ്ഫോർഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, കേന്ദ്രത്തിൽ ഡയാർക്കി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരി? കേന്ദ്രത്തിലാണോ ഡയാർക്കി കൊണ്ടുവന്നത്? അല്ല അല്ലേ. 1919 പ്രൊവിൻസുകളിലാണ്. ആദ്യം സംസ്ഥാനങ്ങളിലൊക്കെ ഇട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം, എന്നിട്ട് സെൻട്രലിലോട്ട് മാറ്റാം എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. 1919 പ്രൊവിൻസുകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത് 1919 നിയമമാണോ? ആണ്. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who was the Viceroy of India when the Morley-Minto reforms were introduced? ഓക്കെ, അപ്പോൾ മോർലി മിൻറ്റോ റിഫോംസിൻ്റെ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? മോർലി ആയിരുന്നു? അല്ല അല്ലേ, മിൻറ്റോ പ്രഭു ആയിരുന്നു. ലോർഡ് മിൻറ്റോ ആയിരുന്നു. ഇദ്ദേഹം തന്നെയാണ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റിൻ്റെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം ഡാഷ് എന്നതിനായി നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1909 നിയമത്തിൽ എന്താണ് അതിൽ വന്നേക്കുന്നത്? ഡയാർക്കി വന്നിട്ടുണ്ടോ? സാമുദായിക പ്രാതിനിധ്യം, ഫെഡറേഷൻ, പ്രവിശ്യ, സ്വയംഭരണം. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഇപ്പോൾ ഡയാർക്കിയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോവരുത്. 1919 ഡയാർക്കി വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞു 1919, അപ്പോൾ അങ്ങനെ ഒരു 2 സെപ്പറേഷൻ ഒക്കെ വന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. 1909 സാമുദായിക പ്രാതിനിധ്യം എന്ന ആശയം വരുന്നത്. ആദ്യമായിട്ട് മുസ്ലിംസിനാണ് അങ്ങനെ പ്രത്യേകമായിട്ടൊരു റെപ്രസെൻറ്റേഷൻ ബ്രിട്ടീഷുകാർ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്കിത് ലൈവ് ക്ലാസ്സസ് അല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ റെസ്പോൺസ് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിപ്പോൾ ഒരു കുഞ്ഞ് സ്മൈലി ആണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് കൂടുതൽ ക്ലാസ്സസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.